നമസ്കാരം. ചേതന FM 90.8 എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പിങ്ക് ഡയറീസിൽ കൂടെ ഞാൻ ആര്യയാണ്. എന്റെ ഒപ്പം നമ്മുടെ ലിസ്റ്റർ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് കേട്ടോ. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ബ്യൂട്ടീഷ്യൻ ശശി. വെൽക്കം ടു ചേതന FM 90.8. ഓക്കേ, താങ്ക് യു. സന്ധ്യ ഷിബു എന്നാണ് പേര്. അതെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, നല്ല വിശേഷങ്ങൾ. ഒരു ദിവസം ഇതുപോലെ വൈകുന്നേരം നമ്മുടെ മ്യൂസിക് ധമാക്കയിൽ വിളിച്ചപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ചേച്ചിയെ കിട്ടിയത്. അന്നും ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്യൂട്ടീഷ്യനാണ്, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. കുറേ നാളിന് ശേഷമാണ് ആ ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനിലേക്ക് വന്നതെന്ന് പറഞ്ഞു. ശരിക്കും എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? എങ്ങനെയായിരുന്നു? അപ്പം ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ എല്ലാം പഠിച്ചു, ജോബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും എനിക്ക് സ്റ്റേബിൾ ആയിട്ട് തോന്നിയില്ല. എവിടെയൊക്കെയോ ലാസ്റ്റ് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് എന്തൊക്കെ കാരണങ്ങളായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. പക്ഷെ ഒരു ജോബ് എനിക്ക് കണ്ടിന്യൂ ചെയ്തു പോകാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പം ലാസ്റ്റ് ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സമയത്തും ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒരു സൈഡിൽ അപ്പുറത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടൊരു ഫോക്കസേ പോയിട്ടില്ല. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാൻ കാരണം പഠിത്തം. ഞാൻ പിന്നെ BCom ചെയ്തായിരുന്നു ഇടയ്ക്കൊന്ന്. അപ്പൊ എനിക്കത് BCom കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചുമ്മാ വീട്ടിലിരുന്ന് ജോബ് ഒന്നും അന്വേഷിക്കാതെ വീട്ടിലിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത്, നീ ചുമ്മാ വീട്ടിൽ ഇരിക്കേണ്ട, വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ടെൻഷൻസ് കാര്യം നമ്മുടെ ലൈഫിൽ അങ്ങനെയല്ലേ, വീട്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ആയിപ്പോവും. അപ്പൊ പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങുക, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജോബ് അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുക എന്ന് പറയും. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നിർബന്ധപ്രകാരം ഞാൻ പോവുകയായിരുന്നു. ബ്യൂട്ടീഷ്യൻ കോഴ്സ് തിരഞ്ഞെടുത്തു, 1 ഇയർ കോഴ്സ് തിരഞ്ഞെടുത്തു. അപ്പോഴും എനിക്ക് കോൺഫിഡൻ്റ് ഇല്ല, ഞാൻ ഇതിൽ സ്റ്റേബിൾ ആകുമോ, ഇത് എനിക്ക് പകുതി വെച്ച് നിർത്തേണ്ടി വരുമോ. എൻ്റെ മക്കളെപ്പോഴും എന്നെ കളിയാക്കി, അമ്മ എന്തോത്തിന് പോവാ, ഇത് പകുതി വെച്ച് നിർത്താനുള്ള പ്ലാനിലാണോ എൻ്റെ മക്കളെപ്പോഴും ചോദിക്കും. ഞാൻ പറഞ്ഞു അല്ലടാ, നമുക്ക് കണ്ടറിയാം. അപ്പൊ ലാസ്റ്റ് പോയി കോൺഫിഡൻറ്റോടുകൂടി പോയി. എന്നിട്ടും 6 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് പറ്റുന്ന ഫീൽഡാണ്, എൻ്റെ ഫീൽഡ് ഇതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. അതിന് മുന്നേയും ഈ പറയുന്ന പോലെ ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നിൽക്കണ്ട, അല്ലെങ്കിൽ ഇത് എനിക്കുള്ളതല്ല, എനിക്കുള്ളത് മറ്റെന്തോ ആണ് എന്ന് തോന്നി വലുത് വരാൻ ഇരിപ്പുണ്ട് എന്ന് പറയില്ലേ. അങ്ങനെ ആ ഒരു തോന്നൽ എപ്പോഴായിരുന്നു? ആ ഒരു തോന്നൽ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ ചുമ്മാതിരുന്ന സമയത്തും അപ്പോഴും എനിക്ക് തോന്നലില്ല ഇനി എന്തോ. പക്ഷെ മനസ്സിലെപ്പോഴും ചിന്തയുണ്ട്, എന്ത് ചെയ്യും. ഇപ്പം ഒരാളിപ്പോൾ ഹസ്ബൻഡിന് ജോലിയുണ്ട്, പപ്പയുണ്ട്, അമ്മയുണ്ട്. പപ്പയാണെന്നുണ്ടെങ്കിൽ എയർഫോഴ്സുകാരനാണ്, പെൻഷനറാണ്. അപ്പം വീട്ടിലെ സാഹചര്യങ്ങൾ കുഴപ്പമില്ല എങ്കിൽ തന്നെ നമുക്ക് സെൽഫായിട്ട് നമ്മളുടെ കയ്യിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിലേ നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു തോന്നൽ. ഇപ്പം ചെയ്യുന്ന വെച്ചാൽ സ്വാതന്ത്ര്യമായിട്ട് വീട്ടിൽ അച്ഛനോ കൊടുക്കണമെങ്കിലും അമ്മയ്ക്ക് കൊടുക്കണമെങ്കിലും മക്കൾക്ക് സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിക്കണമെങ്കിലും നമ്മുടെ കയ്യിൽ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനെ ആശ്രയിക്കേണ്ട. തീർച്ചയായിട്ടും. ഇത് മന്ത്ലി നമ്മൾ എനിക്ക് ഇത്ര രൂപ തരുമോ, എനിക്ക് ഇന്ന ആവശ്യമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ തരുള്ളൂ. ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും വിഷമം പെട്ടു. അപ്പൊ പിന്നെ സ്വന്തമായിട്ട് എപ്പോഴും സ്ത്രീകളുടെ കയ്യിൽ ഒരു വരുമാനം ഉണ്ടാകുന്നത് ഏറ്റവും നല്ലത്. അപ്പൊ അതെനിക്കൊരു തോന്നല, എന്തെങ്കിലും ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല, ഒരു ജോലി നേടണം എന്നുള്ള ഒരു ഇതോടുകൂടി തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടതും. ഇത് അപ്പം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ ഫീൽഡ് തന്നെയാണ്, എനിക്കിതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ പോയി ട്രെയിനിങ്ങിന് നിന്നു. അത് കഴിഞ്ഞൊരു പാർലറിൽ ജോലിക്ക് കയറി, അങ്ങനെ കുറച്ച് നാൾ ജോലിയും ചെയ്തു. പിന്നെ എനിക്ക് പഠിച്ചെന്നുള്ള ഒരു ഇത് വെച്ചപ്പം ഒരു ജോലിയിൽ ഒരാളുടെ കീഴിൽ എനിക്ക്, പ്രത്യേകിച്ചും ബ്യൂട്ടീഷ്യൻ ഫീൽഡ് പഠിച്ച് നമ്മൾ നല്ല സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളുടെ കീഴിൽ ജോലി ചെയ്യരുതെന്നുള്ളതൊരു മെൻറ്റാലിറ്റി എനിക്കായി. എന്ന് വെച്ചാൽ വേറെ അഹങ്കാര മനോഭാവം അല്ല, പറഞ്ഞു വെച്ചാൽ നമ്മളൊരു ഫീൽഡ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നല്ലോ. ഇപ്പം എനിക്ക് ഇത് ചെയ്യാൻ പറ്റും, ആ കോൺഫിഡൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വീട്ടിൽ അത് സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരാളുടെ കീഴിലോട്ട് പോകേണ്ട കാര്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള അതുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തിയത് അല്ലേ? ഇപ്പം നിലവിലുള്ള പ്ലാൻ എന്തൊക്കെയാണ്? ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നു എന്ന് ചേച്ചി പറഞ്ഞു. കുറേ ചേച്ചിക്ക് ഈ പറയുന്ന പോലെ കുറേ വർക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. എങ്ങനെയാണ് ആ ഒരു സ്റ്റെബിലിറ്റി എങ്ങനെയാണ്? അങ്ങനെ വെച്ചാൽ ഇപ്പം എനിക്ക് വീട്ടിലൊരെണ്ണം സെറ്റ് ചെയ്യാം, ഒരു റൂം പുറത്തോട്ട് ഞാൻ റൂം മാറ്റി സെറ്റ് ചെയ്യാനുള്ള എല്ലാം സ്റ്റാർട്ട് ചെയ്യാണ്. അതൊന്ന് സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡ്രീം ഫുൾഫിൽ. അങ്ങനല്ല എന്നാലും അപ്പോൾ എനിക്ക് അതിൽ ഇപ്പം കിട്ടുന്ന കോൺഫിഡൻറ്റിനെ കാട്ടി കുറച്ചുകൂടെ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാകും. സ്വന്തമായിട്ടൊരു സ്ഥാപനം ഇട്ട് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതും അതിൽ നിന്നുള്ള വരുമാനങ്ങളും അപ്പം നമുക്കത് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമാണ്. എനിക്കിപ്പോൾ ഈ ഫീൽഡ് സന്തോഷം എന്നുള്ള ഒരുപാട് സന്തോഷമാണ് എനിക്ക് ഒരാളെ ഇപ്പം ഞാനധികം മേക്കപ്പ് ചെയ്യാറില്ല, മറ്റൊരാളെ ചെയ്തു കൊടുത്ത് വൃത്തിയായിട്ട് ചെയ്തു നമ്മളൊരു ഫോട്ടോ എടുത്തല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് തൃപ്തിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ഇപ്പം ഒരാളെ ഒന്ന് ഒരുക്കി നിർത്തി അതിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലർ വന്നിട്ട് പറയും
കൊള്ളാമെന്ന് വേറൊരാൾ പറയുമ്പോഴല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഓക്കെ ഇത് ഇനിയും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകും എന്തായാലും. ആ ഒരു വാക്കിൽ നിന്ന് ചിലപ്പോൾ ഒരു ഹാപ്പിനെസ് തീർച്ചയായിട്ടും 100% കിട്ടുന്നുണ്ടത്. ഇനിയും എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ബാക്കിയുണ്ട്. ശശി ആഫ്റ്റർ മാരേജ് ആണ് ജോലി ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞു. ഇപ്പൊ കോഴ്സുകൾ ചെയ്തതാണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് അങ്ങനെ ആവാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ആഫ്റ്റർ മാരേജ് അല്ലെങ്കിൽ ബിഫോർ മാരേജ് ഈ ഒരു 2 കാറ്റഗറി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് ശേഷമാണ് ജോലിക്ക് കയറിയതും കയ്യിൽ വരുമാനം വന്നു തുടങ്ങിയതും. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണ്? കയ്യിൽ സ്വന്തമായിട്ട് നമ്മൾ എയിൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ആ 2 വേരിയന്റിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സോറി ഒന്ന് പറയാം. കല്യാണത്തിന് ശേഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. കല്യാണത്തിന് മുൻപ് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. വീട്ടിൽ അച്ഛനും അമ്മ 2 പെൺകുട്ടികളാണ്. അപ്പം എനിക്ക് അന്നും ജോലി ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ടൈപ്പ് റൈറ്ററായിട്ട് ഇടയ്ക്ക് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ അടുത്തുള്ള പിന്നെ ഷോപ്പില ഒക്കെ പോയി ജോലി ചെയ്തിട്ടുണ്ട്. എന്ന് പറയുന്നത് ചെയ്തിട്ടുണ്ട്. അമ്മയും അച്ഛനെയും സംരക്ഷിച്ചിട്ടുണ്ട് ആ സമയത്തും. അപ്പം അങ്ങനെ ആ സമയത്ത് ചെറിയ അന്നേരം വരുമാനത്തെ കുറിച്ചോ നമുക്ക് അന്നേരം ഏൺ ചെയ്യുന്നതിനെ കുറിച്ചോ 10 പൈസ കയ്യിൽ വരുമ്പോ എന്ത് ചെയ്യണം അങ്ങനെയുള്ള തോട്ടൊന്നും ഇല്ല. ഏൺ ചെയ്യുക, വീട്ടിൽ കൊടുക്കുക, അച്ഛനും അമ്മയ്ക്കും കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ പ്രായമല്ലേ. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എന്താണ് പൈസയുടെ വാല്യൂ. ഇത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ഫ്രീഡമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. നമുക്ക് 10 പൈസ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിപ്പോ ഒരാൾക്ക് ഇപ്പം മക്കൾക്കാണെങ്കിലും ഇപ്പൊ ഞാനിപ്പോ പുറത്ത് എപ്പോഴും പോകുന്ന ആളാണ്. എവിടെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് കണ്ടിട്ട് പോരുമല്ല ചെയ്യുന്നത്, പോയി മേടിക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നതിനുള്ളൊരു എനിക്കത് ഭയങ്കര സന്തോഷമാണ്. എനിക്കിപ്പം ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് 21 വർഷമാകുന്നു. 21 വർഷത്തിനിടയ്ക്ക് 2 തവണയും കണ്ടേ ഉള്ളൂ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാതിരുന്നിട്ടുള്ളത്. ബാക്കി എല്ലാ പ്രാവശ്യവും സ്വന്തം വരുമാനം കൊണ്ട് ഞാൻ ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ആളാണ് ഞാൻ. സത്യം. ഇതുവരെ ഞാൻ എനിക്ക് തോന്നുന്നു എന്റെ കയ്യിലെ പൈസ ഇല്ലാത്ത ടൈമിൽ 2 തവണയും കണ്ടേ ഉള്ളു ഞാൻ മിസ് ചെയ്തിട്ടുള്ളത് ഡ്രസ്സ് എടുത്ത് കൊടുക്കാതിരുന്നിട്ടുള്ളത്. ബാക്കി എല്ലാ ടൈമും എനിക്ക് അതിനൊക്കെ പറ്റുന്നത് ഒരു ജോലി അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ജോലി ഞാൻ ചെയ്തിരിക്കും. ഇപ്പം മുനിസിപ്പാലിറ്റിയിൽ നിന്നാണെങ്കിൽ നമുക്ക് സർവേ അങ്ങനെയൊക്കെ വരുന്നത് അതിനൊക്കെ ഞാൻ പോകും. മുനിസിപ്പാലിറ്റിയിൽ ഒരു പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും വേക്കൻസി നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സർവേ പരമായിട്ട് വരുവാണെങ്കിൽ വിളിക്കും. ഏത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യത ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് നമുക്ക് മോശം രീതിയിലുള്ളല്ലോ നമ്മൾ പണം ഉണ്ടാക്കുന്നത്. നല്ല രീതിയിൽ തന്നെ പണം ഉണ്ടാക്കി അത് ഏൺ ചെയ്യുമ്പോൾ 1 രൂപ വരുമാനം കിട്ടുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയാം. സ്വന്തമായിട്ടൊരു വരുമാനം കിട്ടും. ഇപ്പൊ ഇതുപോലെ ബ്യൂട്ടീഷ്യൻ വീട്ടിൽ പോയി ഒറ്റ തവണ വർക്ക് ചെയ്തപ്പോൾ കുറെ പൈസ കയ്യിലോട്ട് കിട്ടിയപ്പോൾ എന്റെ മോൻ പറയാം, അമ്മേ നീ ഇത് തന്നെ ചെയ്താൽ മതിയേ, നല്ല പൈസ കിട്ടുന്നുണ്ട്, മറ്റുള്ള ജോലിക്കൊന്നും പോണ്ട കേട്ടോ. അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും ഒന്ന് പഠിക്കും. വേണ്ട ഇത് നല്ലത്, കൂടുതൽ 3 മണിക്കൂർ വർക്ക് ചെയ്താൽ നിനക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട്, ഇത് മതി. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ എനിക്ക് എന്നോട് തന്നെ ഒരു ബഹുമാനം തോന്നുന്നുണ്ട്. എന്നെ കൊണ്ട് ഇത് പറ്റുമല്ലോ, ഇത്രയും നാളെ ഞാൻ വേസ്റ്റ് ആക്കി കളഞ്ഞില്ലേ, ടൈം വേസ്റ്റ് ആക്കി കളഞ്ഞു. പിന്നെ എല്ലാത്തിനും ഒരു സമയം ഉണ്ടെന്ന് പറയുന്ന പോലെ അല്ല, നമ്മളിപ്പോ ഈ പറയുന്ന പോലെ നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ചേച്ചി സംബന്ധിച്ചപ്പോൾ എനിക്ക് റെസ്പെക്ട് തോന്നാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചേച്ചി പറഞ്ഞു ഏതാണെന്നുണ്ടെങ്കിലും എന്ത് ജോലിയാണെന്നുണ്ടെങ്കിലും എനിക്കത് ഓക്കെ ആയിരിക്കും എന്ന് ചേച്ചി പറഞ്ഞു. നമ്മൾ ഒരു സോഴ്സിലൂടെ മാത്രമല്ല നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞ ഡിഫറെന്റ് സോഴ്സിലൂടെയാണ് എനിക്ക് മാസം ചെറിയ ചിട്ടികളുണ്ട്, ചിട്ടി നടത്തുന്നുണ്ട്, ചിട്ടി നടത്തി ചെറിയ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങള് നമ്മൾക്ക് ഇപ്പം പുറത്തിറങ്ങി ജോലി ചെയ്യണമെന്നില്ല, നമുക്ക് വീട്ടിൽ ഇരുന്ന് മേൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇതുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയില ഞാൻ ഓരോ മാസം കുറച്ച് രൂപയെങ്കിലും ഞാൻ ഏൺ ചെയ്യും. എനിക്കത് നിർബന്ധം. നമ്മുടെ കയ്യിൽ ഇല്ല, പൈസക്ക് ഒരു ബുദ്ധിമുട്ടാണെന്ന് കാണുമ്പോൾ ടെൻഷനാണ്. ഹസ്ബൻഡിനെ ആശ്രയിക്കേണ്ടി വരുമല്ലോ. എനിക്ക് അങ്ങനെ ഒരു ചോദിക്കുന്ന സ്വഭാവം ഇല്ല. ഹസ്ബൻഡിനെ ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല പൊതുവെ. എത്ര വർഷങ്ങൾക്ക് ഗൾഫിലായിരുന്ന സമയത്ത് നാട്ടിലായാലും ഞാൻ അങ്ങനെ എനിക്ക് ഇന്നത് വേണമെന്നും പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിരിക്കും, ചെയ്ത് ഞാൻ വരുമാനം ഉണ്ടാക്കും. തീർച്ചയായിട്ടും അത് ഈ പറയുന്ന പോലെ നമ്മളുടെ കയ്യിൽ ഒരു ഇൻകം ഉള്ളത് കൊണ്ടും നമുക്കൊരു ജോലി ഉള്ളത് കൊണ്ടും മാത്രമാണ് നമുക്ക് അത് സാധിക്കുന്നത്. ഏറ്റവും ഒരു സ്ത്രീക്ക് എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ
ഒരു ജോബ് അത്യാവശ്യം. ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികളൊക്കെ അങ്ങനെയാണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആ ടൈം എന്ന് വെച്ചാൽ ചിലർ ജോലിക്ക് പോകണം താല്പര്യമില്ലായിരിക്കും, പിന്നെ വീട്ടിലെ സാഹചര്യങ്ങളായിരിക്കും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി പോണ്ട എന്നൊക്കെ ഉള്ള ഒരുത്തുണ്ട്. എൻ്റെ ഹസ്ബൻഡ് പക്ഷെ പറഞ്ഞിട്ടില്ല കേട്ടോ, ജോലിക്ക് പോണ്ട, നിനക്ക് ഇഷ്ടം എന്താണോ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്കിഷ്ടം, ഞാനൊരിക്കലും പറയില്ല നീ പോയി ജോലി ചെയ്തോ, നിനക്ക് ജോലിക്ക് പോകണം, നീ പെരയ്ക്കകത്തിരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. നിനക്ക് ഇഷ്ടം എന്താണോ അത് ചെയ്തോ. നിനക്ക് ഇഷ്ടം ഇപ്പൊ ജോലിക്ക് പോകണമെന്നാണോ, ജോലിക്ക് പോയിക്കോ, ഞാൻ പറയില്ല പോണ്ടാണെന്ന്. അതൊക്കെ അവരോട് ഇഷ്ടമാണ്. ആരെയും ഇപ്പൊ നിന്റെ ഇഷ്ടത്തെ ഞാൻ വേണ്ടാന്ന് പറയില്ല. ഒന്നിലും നമുക്ക് ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണ്ട, അങ്ങനെയുള്ള റൂൾസ് ഒന്നുമില്ല. നിനക്ക് എന്താണോ നല്ലത് ചെയ്യുക, അത് മാത്രം. അത് പോകണ്ട, പെരയ്ക്കകത്തിരിക്കണം, അല്ല വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്നാൽ പറ്റത്തില്ല. ജോലിക്ക് പോകുന്നതിനും എന്ത് കാര്യം നമ്മളുടെ ഇഷ്ടങ്ങൾ ഇപ്പം എല്ലാ കാര്യങ്ങൾക്കാണെങ്കിലും തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കാൻ വന്നതാണ് ചേച്ചിയുടെ ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണെന്ന്. അപ്പോൾ ഓൾറെഡി ചേച്ചി പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് ഫാമിലി. ഇപ്പൊ മക്കളാണെന്നുണ്ടെങ്കിലും രണ്ടുപേരല്ലേ? രണ്ടുപേര്. എന്റെ 2 മക്കളും എനിക്ക് സത്യം പറഞ്ഞ എന്റെ ലൈഫിൽ എനിക്ക് ലക്കെന്ന് പറയാൻ എന്റെ 2 മക്കളാണ്. ഭയങ്കര ലക്ക. നല്ല 2 മക്കളാണ് എനിക്കുള്ളത്. സത്യം. നമുക്ക് നമ്മുടെ മക്കളെ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മക്കളെ എല്ലാ അച്ഛന്മാരും അങ്ങനെ ആയിരിക്കും, മക്കളെ കുറിച്ച് നല്ലതാണെന്നേ പറയത്തുള്ളൂ. പക്ഷെ മറ്റൊരാൾ പറഞ്ഞു കേൾക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ അടുക്കുന്നാണെങ്കിലും അടുത്തുള്ളവരെ അയൽവാസികളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എല്ലാവരും പറയും നല്ല 2 മക്കളാ ഉള്ളത്. അതിൽ ഞാൻ ലക്കാണ്. ഫാമിലിയും ഈ പറയുന്ന പോലെ ഭയങ്കര സപ്പോർട്ടീവാണ്. 2 മക്കളുണ്ട്. അവരും അതുപോലെ ബിടെക് 3rd ഇയർ കഴിഞ്ഞ് 4th ഇയറിലോട്ട്, മറ്റേ +2 എക്സാം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്നു. അപ്പൊ ഇത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചല്ലോ. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ബ്യൂട്ടീഷ്യൻ എന്ന ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തപ്പോൾ ചേച്ചി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. പ്രത്യേകിച്ചും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ ആണ് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ചില വാക്കുകളും നമുക്ക് ചുറ്റുമുണ്ട്. ഇന്നത്തെ സമൂഹവും അത് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടതേ ഈ വളരെ കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. അപ്പം എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ആ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് വീട്ടിൽ കുഴപ്പമൊന്നുമില്ല. ഈ മേഖലയിലോട്ട് വീട്ടിലെനിക്ക് കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. വീട്ടിലെ അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും പിന്നെ നമ്മൾ ബഹുജനം പല വിധം വന്നല്ലേ. അപ്പം പിന്നെ നമ്മൾ ഈ ഒരാൾ പറയുന്ന കാര്യം നമ്മൾ ഇങ്ങോട്ട് എടുക്കുവാണെങ്കിൽ ഹട്ടിലോട്ട് കയറ്റുവാണെങ്കിൽ നമുക്ക് ടെൻഷൻ ആവത്തുള്ളൂ. പലരും പല അഭിപ്രായങ്ങൾ പറയും. അങ്ങനെ വരുന്ന നെഗറ്റീവ് കമന്റ്സിനെയൊക്കെ ചേച്ചി എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ അങ്ങനെ കേൾക്കുമ്പോൾ ആദ്യം തോന്നുന്നൊരു കാര്യം എന്താണ്? ഫസ്റ്റൊക്കെ ഭയങ്കര ടെൻഷൻ, ഭയങ്കര വിഷമമായിരുന്നു. നെഗറ്റീവ് പറഞ്ഞ അതും കൊണ്ട് ഒരാഴ്ച നടക്കുമായിരുന്നു ടെൻഷൻ. അങ്ങനെ പറഞ്ഞല്ലോ, എന്താ അങ്ങനെ പറഞ്ഞത്, ആ ഒരു ടെൻഷൻ, അത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് എനിക്ക് തന്നെ ചില സമയത്ത് തോന്നിട്ട് ഞാൻ ഇത്രയൊക്കെ മാറിയോ എന്ന് എനിക്കത് തോന്നിയിട്ടുണ്ട്. കുറച്ച് ബോൾഡായിരുന്നു. തീർച്ചയായിട്ടും പണ്ടൊക്കെ എന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെരയ്ക്കകത്ത് മാറുന്ന കാര്യത്തേ ഉള്ളൂ. പക്ഷെ അന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ആരെന്ത് പറഞ്ഞോ തിരിച്ച് മറുപടി കൊടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നിട്ടിരുന്ന് കരഞ്ഞാലും വേണ്ടിയില്ല, അവിടെ പോയി അവരുടെ വായിൽ കേട്ടിട്ട് ഇവിടെ വന്നിരുന്ന് എന്തിനാ ഈ കരയുന്നത്. അല്ല, ഇപ്പൊ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഒരുങ്ങി നടക്കുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഭയങ്കര തീർച്ചയായിട്ടും. പണ്ടത്തെ എന്ന് വെച്ചാൽ എൻ്റെ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും നമ്മൾ ബ്യൂട്ടീഷ്യൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആ ടൈമിൽ നമ്മൾ ബ്യൂട്ടീഷ്യൻ ഫീൽഡ് എന്ന് കേട്ടിരുന്ന വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു കേട്ടിട്ടുള്ളത്. കാരണം അനുഭവം ഉണ്ട് നമ്മളുടെ നാട്ടിലെ പാർലറുകൾ അങ്ങനെയുള്ള. ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്താൽ മതി, നമുക്ക് ബാക്കി എല്ലാവർക്കും കൂടെയാണ്, ആ ഫീൽഡിലുള്ള എല്ലാവർക്കും കൂടെയാണ് ബാധകമാകുന്നത്. ചിലപ്പോൾ ഒറ്റ ഒരു സ്ഥാപനം നടത്തുന്നവരായിരിക്കും ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും രീതിയിലൊരു മോശമായിട്ടുള്ളതോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരിടത്ത് വന്നാൽ, പക്ഷെ ആ ഫീൽഡിലുള്ള ഫുൾ ആൾക്കാരെയാണ് ബാധിക്കുന്നത്. അതെല്ലാവരെയും കൂടെ ബാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്ന, അപ്പോൾ ബ്യൂട്ടീഷ്യൻ ചെയ്യുന്ന ഒരു മോശമായിട്ടുള്ള ആൾക്കാരാണെന്ന് പണ്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഒക്കെ ഒരുപാട് വ്യത്യാസമാണ്. ഇപ്പം മൊത്തം ഫാമിലി സലൂൺസ് ആണ് കൂടുതൽ. മറ്റേതെന്ന് വെച്ചാൽ ലേഡീസ് ജെൻസ് രണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഫാമിലി സലൂണാണ്. അപ്പൊ ആണും പെണ്ണുങ്ങൾ എല്ലാവരും ഒരുങ്ങാനും എല്ലാവരും ഇപ്പൊ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. ആരുമില്ല, പൊടി പിള്ളേർ വരെ ഇപ്പൊ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. കുട്ടികളുടെ തലയിലൊക്കെ നോക്കി അതെ കളറൊക്കെ കാണിച്ച്. ഇപ്പൊ നമ്മൾ സംസാരിച്ച് തുടങ്ങിയ സമയത്ത് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, കോഴ്സ് കഴിഞ്ഞ് ഇത് ആരുടെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ, എന്നിട്ട് മാത്രമല്ല നമ്മൾ പുറത്തോട്ടേക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം തന്നെ പരീക്ഷിച്ച് തുടങ്ങിയത് എന്റെ മക്കളെ തന്നെയാണ്. തീർച്ചയായിട്ടും അവര് ആൺമക്കളാണ്, അപ്പൊ അവരിലേക്കാണ് ആദ്യ പരീക്ഷണം ചേച്ചി നടത്തിയിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും
അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അവർക്കാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ഇഷ്ടമായോണ്ട് ചെയ്തു കൊടുത്ത്. ഇപ്പൊ നമ്മൾ ഫേസിൽ അധികം ചെയ്യാറില്ല, ഹെയറിലാണെന്നുണ്ടെങ്കിൽ നല്ല ഡാൻഡ്രഫ് ഉള്ള സമയമായിരുന്നു. അപ്പൊ ഹെയർ സ്പാ ഒക്കെ ചെയ്തു, ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. അപ്പം കുറഞ്ഞു വരുമ്പോ നിനക്ക് പണി അറിയാം, നിനക്കിനി പുറത്ത്, എന്റെ ഇളയ മോൻ പറയുന്നതാ, നിനക്ക് പണി അറിയാം, നീ പുറത്തു പോയി ചെയ്തോ, കുഴപ്പമില്ല. അപ്പൊ നമുക്കതൊരു മക്കളിൽ നിന്നാണെങ്കിലും അങ്ങനെ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ ഇപ്പൊ വീട്ടിലെ മക്കൾക്ക് എന്ത് ചെയ്തു കൊടുത്താലും ഇപ്പൊ നമുക്ക് രണ്ടും പോസിറ്റീവും ചിലപ്പോൾ ഉണ്ടാകും, നെഗറ്റീവും ഉണ്ടാകും. നമുക്ക് സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും പലരുടെയും പല രീതിയിലുള്ളതായിരിക്കും. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് അവരുടെ ഹെയറും സ്കിന്നും ഒക്കെ അറിഞ്ഞ് നമ്മൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും. ചിലർക്ക് ഇപ്പം എല്ലാം പിന്നെ ബ്യൂട്ടീഷ്യൻ എന്ന് വെച്ചാൽ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ചിലരുടെ സ്കിന്നിന് പറ്റില്ലെന്ന് പറയും. അപ്പം ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകും, നമുക്കത് മനസ്സിലാകും. ഇന്നത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യും. എന്താണോ ചെയ്യാൻ പറ്റുന്നത്, നല്ലത് എന്താണോ തിരഞ്ഞെടുത്ത്, മക്കളാണെങ്കിലും ആർക്കാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ മക്കളാണെങ്കിലും ചെയ്ത് നല്ലതാണെന്നുണ്ടെങ്കിൽ അവർ നല്ലതെന്ന് പറയും. അമ്മ അത് പറ്റില്ല എനിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ചെയ്യേണ്ട അടുത്ത മാർഗം നമ്മൾ നോക്കും. അപ്പൊ വീട്ടിൽ അവരെല്ലാം ചെയ്ത് തുടങ്ങിയെങ്കിൽ അവരെനിക്ക് നല്ല നെഗറ്റീവും പറഞ്ഞു തന്നിട്ടുണ്ട്, പോസിറ്റീവും പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ട് സൈഡും ഒരു പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക്, ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുമ്പോൾ ചേച്ചി ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് എത്തിയിട്ട് ഇപ്പോൾ 2-2.5 വർഷത്തോളമായി എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് നടന്നിട്ടുണ്ടോ? അത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം ലൈഫിൽ എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ? ടച്ചിങ് ആയിട്ടുള്ളതെന്ന് പറയാൻ ഇത്രയായിട്ടുള്ളല്ലോ. ഇപ്പൊ എനിക്ക് നമ്മൾ ട്രെയിനിങ്ങിന് പോയ സമയത്തൊക്കെ ആണെങ്കിലും, പിന്നെ അതുപോലെ ഈ ഫീൽഡിൽ എന്ന് വെച്ചാൽ ഹാർട്ട് ടച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് കഴിവ് തെളിയിച്ച് അങ്ങനെ എനിക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നാൻ അത്രയ്ക്കുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടില്ല. എങ്കിലും ഈ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു പക്ഷേ നമ്മൾ കേൾക്കുന്ന ഒരു കമന്റ് ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷമാകുന്നത്. ഇനിയും മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു പ്രചോദനം ഒരു പക്ഷേ ആ ഒരു വാക്കുകളായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് ഞാനൊരു ഷോപ്പിൽ നിന്നിട്ടുണ്ടായിരുന്നു, പാർലറിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്ത സമയത്ത് എന്നെ മാത്രം ബേസ് ചെയ്ത് അവിടെ കസ്റ്റമർ ഉണ്ടായിരുന്നു. കാരണം ഹെയർ സ്പായും ഹെഡ് മസാജും ഒക്കെ ചെയ്തു കൊടുക്കും. അപ്പം ഒരു ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു തവണ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് നല്ല മൈഗ്രെയിൻ ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം ആ ചേച്ചി മോളെ നല്ല വെയിലും പറഞ്ഞ് എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം, എൻ്റെ ഹെഡൊന്ന് മസാജ് ചെയ്യണമെന്ന്, എനിക്ക് സ്പാ ചെയ്ത് മസാജ് ചെയ്യണമെന്ന് പറഞ്ഞു. സ്പാ ചെയ്തു, മസാജ് ചെയ്തു, ചേച്ചി ഇരുന്ന് ഉറങ്ങി റിലാക്സ് ആയിട്ട്, നല്ല സത്യം റിലാക്സ് ആയിട്ട് ഉറങ്ങിയൊക്കെ കുറേ നേരം കഴിഞ്ഞ് ആ സ്പാ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അത് വർക്കെല്ലാം തീർത്ത് കഴിഞ്ഞാൽ ചേച്ചി അറിഞ്ഞില്ല മോളെ എന്ത് സുഖം ഉണ്ടെന്നറിയാവോ, സത്യം ഭയങ്കര സുഖമാടാ, എനിക്ക് ഭയങ്കര മൈഗ്രെയിൻ ആയിരുന്നു. അവിടെ എന്നോട് പറഞ്ഞ കൂടാതെ അപ്പുറത്ത് ചെന്ന് അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞ് അവിടുത്തെ മാഡത്തോട് പറഞ്ഞ് നല്ലതായിട്ട് ആ മോള് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നെ ഒത്തിരി വട്ടം അവിടുത്തെ ചേച്ചി എന്നെ പറഞ്ഞിട്ടുണ്ട്, സന്ധ്യ വരുമ്പോഴേ പറയാം സന്ധ്യ സ്പാ ചെയ്താൽ മതി എന്നത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് അത് കംഫർട്ടായിട്ട് ഫീൽ ചെയ്തിട്ടായിരിക്കും. അപ്പൊ എനിക്കതൊക്കെ ഭയങ്കര, കാരണം എന്നെ തിരക്കി വരുന്നുണ്ടല്ലോ, നമ്മൾ തുടക്കക്കാരാണെങ്കിൽ കൂടി എന്നെ തിരക്കി വരുന്നുണ്ട്, ഞാൻ ചെയ്ത അത് കംഫർട്ടായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് മസാജ് ചെയ്ത് റിലാക്സ് ചെയ്യുന്നുണ്ട്, കൂളാണ്, വല്ലാത്തൊരു അനുഭവം പറയും അവർക്ക്. നമ്മൾ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് അത് ഫീൽ ചെയ്യണം, അവർക്കത് എങ്ങനെയാണോ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഹാർഡായിട്ട് തോന്നുന്നത്, ഭയങ്കര പെയിനാ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഞാൻ ചെയ്തത് തൃപ്തിയായി. പക്ഷെ സന്തോഷത്തോടെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം, ഞാൻ ചെയ്തത് എനിക്കത് അപ്പം നമ്മളെ തന്നെ വീണ്ടും വീണ്ടും ആ ഒരു ഇതിന് വിളിക്കുമ്പോൾ ഉണ്ടല്ലോ അത്രത്തോളം സന്തോഷം ഉണ്ടാകും. ഉറപ്പായിട്ടും. എന്നിട്ടാണ് പറഞ്ഞത് ഒന്നുമില്ല വല്ലെങ്കിലും നമ്മൾ ചിന്തിക്കുമ്പോഴല്ലേ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് അങ്ങനെ വരണമെന്നില്ല. എക്സ്പീരിയൻസ് ആണല്ലോ ഇത്രയും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ കുറെ നല്ല ഫ്രണ്ട്സിനെ കിട്ടും, ഫ്രണ്ട്സൊക്കെ ഒത്തിരി ഉണ്ട്. ഇപ്പൊ ഈ ഫീൽഡിൽ തന്നെ ഇറങ്ങിയാണെങ്കിൽ നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നാളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങളൊരു നമ്മുടെ അല്ലല്ല നമ്മള് ചുമ്മാ ട്രിപ്പിനായിട്ട് സാമ്പ്രാണിക്കുടി പോകാനിരിക്കും. അപ്പൊ എന്നെ വിളിച്ചോണ്ടിരിക്കുക, എനിക്ക് പറ്റാത്ത സാഹചര്യം ഉണ്ട്, ഞാൻ ഒഴിഞ്ഞു കഴിഞ്ഞാൽ പറയാം നിങ്ങളില്ലെന്നുണ്ട് രസമില്ല കുറേ സൗഹൃദം. തീർച്ചയായിട്ടും സൗഹൃദങ്ങൾക്ക് നല്ലതല്ലേ, സൗഹൃദങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കുറെ നല്ല കൂട്ടുകാരികള് ഫീൽഡൊക്കെ എൻജോയ് ചെയ്യണ്ട. തീർച്ചയായിട്ടും. അപ്പൊ ചേച്ചി ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോഴും അല്ലെങ്കിൽ അതിനു മുൻപും നമ്മളെ ഓരോരുത്തരും ചിലപ്പോൾ പല കാര്യങ്ങളിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, ഇൻസ്പയർ ചെയ്യാറുണ്ട് അല്ലേ? ചേച്ചിയുടെ ലൈഫിൽ അങ്ങനെ ഇൻസ്പയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ആരൊക്കെയാണുള്ളത്? എനിക്ക് എൻ്റെ ലൈഫിൽ മോട്ടിവേറ്റ് ആയിട്ട് നിന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ മുൻപ് മാരേജിന് മുൻപെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ മോട്ടിവേഷൻ തരാനോ അച്ഛനും അമ്മയും പറയുന്ന കേട്ട് ഇങ്ങനെ പോകുന്നതല്ല, അത് പ്രത്യേകിച്ച് നമുക്ക് ആഗ്രഹങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്നത് സാധിക്കണം അങ്ങനെയുള്ളത് അതിൽ
കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലും ലൈഫ് എന്താണെന്നും സ്ട്രഗിൾ എന്താണെന്നും ഒക്കെ അറിഞ്ഞിട്ടുള്ളത് ആ ടൈമിലാണ്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട്സാണ് എനിക്കെല്ലാം. ഫ്രണ്ട്സാണ് നമുക്ക് ഒരു എന്തോ പറയുന്നത്, ഇപ്പോൾ മോട്ടിവേഷൻ ആണെങ്കിലും കരുത്താണെങ്കിലും എല്ലാം എനിക്ക് അവർ തന്നെ. എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ഞാനിപ്പോൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു ടെൻഷൻ വന്നാലും ഫസ്റ്റ് ഒന്ന് എനിക്ക് കോൾ ചെയ്യാൻ തോന്നുന്നത് എൻ്റെ ഫ്രണ്ടിനെയാണ്. അപ്പോൾ എനിക്ക് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ അപ്പോൾ ഞാനങ്ങനെ എന്നെ തന്നെ മാറ്റിയെടുത്തത് അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ പറയാം, നീ ആ ടെൻഷൻ അത് കഴിഞ്ഞു, അത് വിട്ടേക്കു, അതിനെക്കുറിച്ച് ഇനി ചിന്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് ടെൻഷനാണ്, നീ ഹെൽത്ത് വൈസ് ഓക്കെ ആകില്ല, മൈൻഡ് ഓക്കെ ആകില്ല, വിട്ടേക്ക്. നമുക്ക് അങ്ങനെ പറഞ്ഞു തരാനാണ്. ഇപ്പം അങ്ങനെ ഒരാളുള്ളത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. എന്ത് ടെൻഷൻ വന്നാലും നമ്മളൊന്നും അപ്പം എൻ്റെ സ്വരം കേൾക്കുമ്പോഴേ മനസ്സിലാവും എന്തോ പറ്റി നിനക്കെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞില്ല നമ്മളത് പറഞ്ഞു കഴിയുമ്പോൾ പറയും സാരമില്ല, ഇപ്പം നീ ഇപ്പം ഇത്രയും ടെൻഷൻ ഇതിലേക്കാട്ട് വലിയ ടെൻഷൻ അനുഭവിക്കുന്ന ഒത്തിരിയും പേരുണ്ട്. അപ്പോൾ അവരൊന്ന് നോക്കുക. അപ്പം നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. നമ്മൾ എല്ലാ കാര്യത്തിലും ചിലപ്പോൾ ചില കാര്യങ്ങളായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് മറ്റുള്ളവരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇതിലേയും ടെൻഷൻസ് അനുഭവിക്കുന്ന ഒത്തിരിയും പേരുണ്ട്. അപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട്സാണ് മോട്ടിവേഷനായിട്ടുള്ളത്. അപ്പോൾ ഈ ഫീൽഡിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പം എൻ്റെ ഒരു കൂട്ടുകാരനാണ് എന്നെ ഈ ഫീൽഡിലോട്ട് കൊണ്ടുവന്നതും അവൻ തന്നെയാണ് എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞത് ചെയ്യേണ്ട. ഇപ്പം എനിക്ക് സത്യം പറയാൻ ഐഡിയ ഇല്ലെങ്കിൽ പോലും എനിക്ക് പറഞ്ഞു തരും, അങ്ങനെ ചെയ്ത് നോക്കുക. ഇപ്പം ഈ ഫീൽഡിൽ നീ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്, നീ എനിക്ക് വാട്സപ്പിൽ നീ പിന്നെ സ്റ്റാറ്റസ് ഇടുക, ഫേസ്ബുക്കിലെ സ്റ്റാറ്റസ് ഇടുക, അങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഓരോന്ന് എനിക്ക് പറഞ്ഞു തന്നെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ എനിക്കത് അപ്പം നമ്മൾ കൂടെ ഒരു സപ്പോർട്ടുള്ളത് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്കത് നല്ല ബലം തന്നെയാണ്. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരികളാണെങ്കിൽ തന്നെയും അപ്പം ഇന്നലെ ഞങ്ങൾ വർക്കിന് പോയി എൻ്റെ ഒരു കൂട്ടുകാരിയായിട്ടാണ് പോയത്. അപ്പം അവൾ പറയുന്നത്, നീ വർക്ക് എടുക്കുക, ചെയ്യുക, അപ്പം നിനക്ക് പറ്റാത്ത കാര്യങ്ങൾ എന്നെ വിളിക്കുക, ഞാനും കൂടെയുണ്ട്. പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നും മാറ്റി വെക്കരുത്. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് പറ്റായിട്ട് ഒന്നുമില്ല. അപ്പൊ കൂടെ ഒരാൾ സപ്പോർട്ടുള്ളത് എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ കാരണം നമുക്കൊരാൾ സപ്പോർട്ടായിട്ട് കൂടെ ഉള്ളപ്പോൾ പിന്നെ വേറെ എന്തിനാ എനിക്ക് വേറെ ഒരു കാര്യമില്ല, ഞാൻ വെറുതെ ടെൻഷൻ അടിക്കുക. ഇപ്പൊ ടെൻഷൻ അടിച്ച് നമ്മൾ മാറിയിരുന്ന കഴിഞ്ഞാൽ അത്രയും സമയവും പോവും, നമ്മുടെ ഹെൽത്തും പോവും, മൈൻഡും മൊത്തത്തിൽ ടോട്ടലി നമ്മൾ ടയർഡായി പോകും. നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ഒരുമാതിരി. പിന്നെ നമ്മളെ ചിന്തിച്ചിരുന്ന് കഴിഞ്ഞാൽ ചിന്തിച്ചാൽ ഇരുന്ന് പോകത്തേ ഉള്ളൂ. ഇട്ടേക്ക കല്ലി വല്ലി എന്ന് പറഞ്ഞ് പോവാണെങ്കിൽ ഓക്കെ കൂളായിട്ട്. ഇപ്പൊ ഞാൻ അങ്ങനെയാ കേട്ടോ, അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. നമുക്ക് മറ്റേത് ഇങ്ങോട്ടായിരുന്നു, ഇപ്പൊ ഇങ്ങോട്ട് പോകില്ല, ഇതിന് ഇപ്പുറത്തോട്ടങ്ങ് പോകും. ഒരു ചെവി കൂടെ കേട്ടോ മറ്റേ ചെവിയിൽ കൂടെ. എല്ലാരും പറയില്ല ഒരു ചെവി കൂടെ കേട്ട് ഇപ്പുറത്തോടെ കളയലെന്ന്. അപ്പൊ ഞാൻ കളയാൻ തുടങ്ങി. മറ്റേത് ഇന്ന് അകത്തോട്ടെടുത്ത് വെക്കുന്ന ഒരാളായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം കുറേയൊക്കെ നെഗറ്റീവ് തിങ്കിങ് ഒക്കെ അങ്ങ് മാറ്റി വേണ്ട, എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട്. ഇപ്പം ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് ചിലപ്പം പോസിറ്റീവും കാണും നെഗറ്റീവാണ്. നെഗറ്റീവ് ആയിരിക്കും പറയുന്നത്. അപ്പോൾ എനിക്ക് നെഗറ്റീവ് എന്തുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നത് കാരണം കൊണ്ടായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ മനസ്സിലാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ശരി, എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടായിരിക്കും പുള്ളി പറഞ്ഞത്, അല്ലെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞത് അതുകൊണ്ടായിരിക്കും. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മളെ തളർത്താൻ വരുന്ന വാക്കുകൾ ഇപ്പം അങ്ങനെയില്ല. തളർത്താൻ പണ്ടൊക്കെ അങ്ങനെ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരാളായിരുന്നു. ഇപ്പൊ പക്ഷെ നമ്മുടെ ലൈഫാണ് നമ്മളെല്ലാം പഠിപ്പിക്കുന്നത്. ഓരോ നമ്മുടെ ഘട്ടമായിട്ടുള്ള ജീവിത രീതികളും നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ്. എല്ലാവരും ഓരോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട്. എൻ്റെ ലൈഫിലാണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരാളാണെന്ന് പറയാം. എന്നെക്കാട്ടി സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. എന്നാൽ തന്നെയും എനിക്ക് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇളയാളായതുകൊണ്ട് എനിക്കങ്ങനെ മറ്റുള്ള കാര്യങ്ങളും അങ്ങനെയൊന്നും ബോധമില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിച്ചത് ഞാൻ തന്നെയാണ്, സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, ഇപ്പോഴും അതുപോലെ തന്നെ. അതുകൊണ്ട് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ബോൾഡ് ആവില്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഒരുപാട് കുറ്റപ്പെടുത്തലുകളാണെങ്കിലും പിന്നെ പരാതികളാണെങ്കിലും പരിഭവമാണെങ്കിലും ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാം കണ്ട് നമ്മളങ്ങ് സ്ട്രോങ് ആയി പോകും. നമ്മളിപ്പോൾ എല്ലാം സഹിച്ച് നമ്മളങ്ങ് കഴിയണമെന്നില്ല. പൊട്ടിത്തെറിക്കത്തില്ലയോ, ഒരു ദിവസം അങ്ങ് പൊട്ടിത്തെറിക്കും. ഒന്നും ബോധമല്ല. ഇപ്പൊ എല്ലാം അങ്ങനെ മനസ്സിൽ അടക്കി വെച്ച് ലാസ്റ്റ് വട്ടായി പോകുന്നതിനെക്കാട്ടി നല്ലതല്ലേ തുറന്നടിക്കുക. എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ എന്തെങ്കിലും പറയാനുള്ള ഇപ്പോൾ ഓപ്പൺ ആയിട്ട് അങ്ങ് പറയും. ആരോടാണെങ്കിലും സംസാരിക്കുക. ദേഷ്യം വന്നാലും സങ്കടം വന്നാലും അപ്പം തീർക്കുക, ഒന്നും ഇങ്ങനെ മനസ്സിലെടുക്കില്ല. അപ്പൊ പറഞ്ഞു തീർക്കുക, ഓക്കെ ക്ലിയർ ആകും. നമ്മളുടെ ഒരു മോട്ടോ, ലൈഫ് മോട്ടോ. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ അങ്ങനെ തന്നെ എന്തെങ്കിലും പറയാനുണ്ട്, ഇപ്പം ഓപ്പൺ ആയിട്ട് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത കാര്യം പറയുന്നുണ്ട്, അപ്പം തന്നെ തുറന്നു പറയും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അമ്മയോടാണെങ്കിലും വീട്ടിലാണെങ്കിലും ആരോടാണെങ്കിലും സംസാരിക്കുമ്പോൾ അത് അപ്പോഴേ തുറന്നു പറയും. ഓക്കെ അല്ല എന്ന് പറയും. എനിക്ക് പറ്റില്ലെങ്കിൽ
പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറയാം. പിന്നെ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, അത് പറയണോ, അവർക്ക് ഹേർട്ട് ആവുമോ, അല്ലെന്നുണ്ട് കേൾക്കുന്നവർക്ക് ചില വാക്കുകൾ, നമ്മളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഹേർട്ട് ആവത്തില്ല. ആ രീതിയിലൊന്നും ഇപ്പൊ മറ്റേത് അങ്ങനെയല്ലായിരുന്നു, എടുത്തടിക്കുന്ന പോലെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരുപാട് പേർക്ക് പറയുന്നു, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടാകും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി അപ്പൊ എന്നിൽ തന്നെ ഞാൻ ഒരുപാട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകരുത്. പിന്നെ നമ്മളെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ലാത്ത കാര്യം അപ്പൊ തന്നെ തുറന്നു പറയും. അതപ്പോ അവിടെ തീരും. പിണക്കം അങ്ങനെയുള്ളതൊന്നും മനസ്സിൽ വെച്ചോണ്ട് അതെനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ശരിക്കും ചേച്ചിയുടെ ഹോബീസ് എന്തൊക്കെയാണ്? ഇപ്പൊ ഈ ഒരു ബ്യൂട്ടീഷ്യൻ എന്നുള്ളതൊന്നും മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതൊരു പാഷനും കൂടിയാണ്. തീർച്ചയായിട്ടും. വേറെ എന്തൊക്കെയാണ് ഹോബീസ് ഉള്ളത്? വേറെ ഹോബീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. വണ്ടിയിൽ 2 വീലർ ഇങ്ങനെ പറന്ന് നടക്കാൻ ഭയങ്കര ഇഷ്ടം. എത്ര ലോങ് വേണമെങ്കിലും പോകും, ഭയങ്കര ഇഷ്ടമാണ്. അതിന് എവിടെ വേണമെങ്കിലും 2 വീലറിൽ പോകാൻ ഭയങ്കര ഇഷ്ടം. അത് ഭയങ്കര ക്രേസാണ് എനിക്കങ്ങ്. പിന്നെ പാട്ട് കേൾക്കും, ചെറുതായിട്ട് മൂളിപ്പാട്ട് പാടും. പിന്നെ വീട്ടിൽ കുക്കിങ്, പിന്നെ മക്കളുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക. അതൊക്കെയാണ് ഇങ്ങനെ എൻ്റെ ഹോബീസ്. അത്രയൊക്കെ ഉള്ളു. നമുക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ പാട്ട് കേൾക്കുക, നല്ല നല്ല പാട്ട് കേൾക്കുക. പിന്നെ പാട്ടിനൊപ്പം ഇങ്ങനെ മൂളിക്കൊണ്ട് നടക്കുക. നമുക്കൊന്ന് ഇവിടെ ഒന്ന് മൂളി നോക്കി വേണ്ട, വെറുതെ എന്തിനാ, നിങ്ങൾക്ക് നല്ലൊരു ചേതന എഫ്എമ്മില് വെറുതെ എൻ്റെ ഈ സ്വരം കേട്ട് ശ്രോതാക്കൾ ഓടണ്ട. എങ്കിലും ഒന്ന് നമുക്ക് മൂളി നോക്കിയാലോ? പാട്ട് പാടും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മള് പാട്ട് പാടിക്കാതെ എന്തുമായാലും വലിയ പാട്ടുകാരി ഒന്നുമല്ല ഞാനും. അല്ല ചേച്ചി ധൈര്യമായിട്ട് പഠിക്കും. ആരുടെയെങ്കിലും മുന്നിൽ ചേച്ചിക്ക് പാടാൻ പറ്റുമെങ്കിൽ അതിപ്പോ എന്റെ മുന്നിലാണ്. ധൈര്യമായിട്ട് പഠിക്കും. തീർന്ന് പാടണോ ഇല്ലയോ? പാടുപെടണ്ട, പാടിയാ മതി. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പതനിസ്വനം. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തും പതനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവീണൂതുന്നു മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ. ആഹാ, ഇത്രയും മനോഹരമായിട്ട് പാടാൻ അറിയാവുന്നത് കൊണ്ടാണോ ഈ പാട്ട് പാടാൻ അറിയില്ല എന്ന് പറയുന്നത്? പാടാൻ അറിയില്ല സത്യം. ചുമ്മാ ഞാനിങ്ങനെ പാടുന്നു. എൻ്റെ മോൻ പറയും, അമ്മ വെറുതെ പാടല്ലേ. അല്ല, ഇപ്പൊ പാടാൻ അറിയില്ല എന്ന് ചേച്ചി പറഞ്ഞു. അങ്ങനെ അറിയില്ല എന്ന് നമുക്ക് സ്വയം പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ സ്വയം പറയുമ്പോഴും അത് പാടാൻ കാണിക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, അതേ സമ്മതിച്ചു തന്നെ പറ്റുള്ളൂ. കാരണം എനിക്കറിയില്ല. ചേച്ചി വളരെ എന്താ പറയുക, വളരെ സമയമെടുത്താണ് ഈ ഒരു മേഖലയിലേക്ക് ചേച്ചി വന്നതെന്ന് പറഞ്ഞു. നമ്മളെ ഒരുപാട് പേര് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും സമയം ഒരുപാട് വൈകി എന്നതിൻ്റെ പേരിൽ ഇപ്പോഴും ഉള്ളിലുള്ള പാഷനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കരിയർ ആണെന്നുണ്ടെങ്കിലും വേണ്ട എന്ന് വെച്ചിട്ട് ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളും സ്ത്രീകളും ഒരുപക്ഷെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. വളരെ വൈകി ഈ ഒരു മേഖലയിലേക്ക് എത്തിയ സ്വന്തം പാഷൻ എന്താണെന്ന് മനസ്സിലാക്കി ഒരുപാട് സമയമെടുത്ത് അല്ലെന്നുണ്ടെങ്കിൽ വളരെ ഒരുപാട് സമയത്തിന് ശേഷമാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവരോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഇപ്പം നമുക്ക് എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ട്. അതൊന്നും നമ്മൾ തിരിച്ചറിയാൻ ചിലപ്പോൾ ലേറ്റ് ആകുമായിരിക്കും. അപ്പം തിരിച്ചറിഞ്ഞാലും നമുക്ക് ചെയ്യാനുള്ള കഴിവില്ല, അല്ലെന്നുണ്ടെങ്കിൽ പറ്റില്ല എന്നുള്ളൊരു മനസ്സോടായിരിക്കും. ഒരിക്കലും അങ്ങനെ ആകരുത്. നമുക്ക് എന്താണോ കഴിവ് നമ്മളത് ചെയ്യാൻ പറ്റുന്നിടത്തോളം മാക്സിമം ട്രൈ ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റാത്തോട്ട് ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഇന്നതെനിക്ക് ചെയ്യാൻ കഴിയും, പക്ഷെ അത് ചെയ്യാൻ പറ്റാതെ മാറി നിൽക്കാതെ കുറച്ചുകൂടെ ട്രൈ ചെയ്ത് എന്തുമായാലും നമ്മളതിൽ സക്സസ് ആവും ഉറപ്പായിട്ടും. നമ്മളെ മാറി നിൽക്കരുത് ഒന്നിലും. ഒരു ജോലി ചെയ്യാൻ പറ്റിയില്ലയോ, അടുത്തതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് നോക്കുക. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഒന്നും മാറ്റി വെക്കരുത്. നമ്മൾ പിന്നത്തേക്കെന്നും പറഞ്ഞ് മാറ്റി വെച്ചാൽ നമ്മുടെ അത്ര ടൈം നഷ്ടം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരുപാട് ടൈം നഷ്ടമായി. ഞാനിപ്പോൾ ഇത്ര ഏജ്ഡ് ആയിട്ടാണ് ഞാനിപ്പോൾ ഇതിലോട്ട് എത്തിപ്പെട്ടത്. എന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ഞാൻ ചെയ്തിരിക്കും. എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ, എത്ര നാളെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷേ ആ ചെയ്യാൻ പറ്റുന്നിടത്തോളം മാക്സിമം ഞാൻ ചെയ്തിരിക്കും. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോബുകൾ. ഇതും ഈ ജോലിയുടെ തന്നെ സൈഡ് വേറെ ചെയ്യാൻ പറ്റും, വേറൊരു ജോബ് കിട്ടുമോ, തീർച്ചയായിട്ടും ഞാനത് ചെയ്തിരിക്കും. എനിക്കതിന് വില്ലിങ് ആണ്. അപ്പം എൻ്റെ ശരീരവും മനസ്സും വില്ലിങ് ആണോ, തീർച്ചയായിട്ടും ഞാൻ ചെയ്തിരിക്കും. എനിക്കതിൽ മാറി നിൽക്കുക. നമ്മൾ ഒന്നിലും മാറി നിൽക്കരുത്. സ്ത്രീകളെല്ലാ കാര്യത്തിലും മുൻപന്തിയിലെത്തണം. അപ്പം നമുക്ക് ഒരു ജോബ് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം. സ്ത്രീക്ക് ജോബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം. പണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെല്ലാവരും അംഗീകരിക്കൂ എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പം.
പൈസ ഇല്ലയോ, നമ്മൾ തൊട്ട് പിറകിലാണ് എല്ലാവരുടെയും. മുൻപന്തിയിലോട്ട് കയറണം, അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ എല്ലാവരിൽ നിന്ന് മെച്ചപ്പെട്ട് നിൽക്കണം എന്നുള്ളൊരു മനസ്സ് നമുക്ക് വേണം. പൈസ ഉണ്ടോ എവിടെയും നമുക്ക് വാല്യൂ ഉണ്ട്, പൈസ ഇല്ലയോ വാല്യൂ കുറഞ്ഞു വരും. നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ ബന്ധുക്കളുണ്ട്, പൈസ ഉണ്ട് തീർച്ചയായിട്ടും ബന്ധുക്കളുണ്ട്, അതെൻ്റെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യവുമാണ്. പൈസ ഉണ്ടോ തീർച്ചയായിട്ടും ബന്ധുക്കളുണ്ട്. നമ്മൾ ഒരു വെൽ സെറ്റിൽഡ് ആയോ ഇഷ്ടംപോലെ ബന്ധുക്കൾ നമുക്ക് കാണും. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നതിൻ്റെ വാല്യൂ അത് ഭയങ്കര. അത് ഏത് സ്ത്രീ ആണെങ്കിലും വീട്ടിൽ ചുമ്മാതിരിക്കാതെ പറ്റുന്ന ജോബുകൾ ചെയ്യുക, സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുക, സ്വന്തം കാര്യങ്ങൾ സാധിക്കുക, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ കാര്യമാണ്. ഇപ്പം ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ജോലികൾ ചെയ്താൽ സ്വന്തമായിട്ട് കാര്യം സാധിക്കും. മക്കളുണ്ട്, മക്കൾക്ക് എന്തെങ്കിലും സ്വന്തം ഇഷ്ടത്തിന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതിലൊക്കെ. എനിക്ക് എൻ്റെ മക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും. ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ട് ഇപ്പോൾ പറ്റത്തില്ല മക്കളെ, നമ്മുടെ പൈസ ഇല്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയല്ല, അവരെന്ത് പറഞ്ഞാലും എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. എനിക്കത് സാധിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം അവർ ഇന്നത് വേണോമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മേടിക്കാന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഞാനത് എങ്ങനെയും നാളെ മേടിച്ച് കൊടുത്തിരിക്കും. അത് സാധിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ ഒരു നമുക്കൊരു ജോബുള്ളത് ഏറ്റവും നല്ല ഗുണം തന്നെ. അത് എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ തന്നെ. തീർച്ചയായിട്ടും ഇത് തന്നെ ആയിരിക്കട്ടെ ഇന്നത്തെ ഒരു മോട്ടിവേഷൻ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം സമയം വൈകിപ്പോയി, അല്ലെങ്കിൽ ഇനി സമയം ഉണ്ടോ, അല്ലെങ്കിൽ ഇനിയാണെന്നുണ്ടെങ്കിലും പഠിക്കാനാണെന്നുണ്ടെങ്കിലും ജോലി ചെയ്യാനാണെന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുണ്ടായിരിക്കും. അപ്പോൾ അവർക്കുള്ളൊരു ട്രൂ മോട്ടിവേഷനാണ് ഇന്നത്തെ നമ്മളുടെ പിങ്ക് ഡയറീസിലെ ഗസ്റ്റ് ആയിട്ടുള്ള സന്ധ്യ ചേച്ചി. താങ്ക് യു ഇത്രയും സമയം നമ്മളുടെ കൂടെ ഇവിടെ വന്നിരുന്നതിലും ഇത്രയും സമയം നമ്മളോട് സംസാരിച്ചതിലും ഒക്കെ നന്ദിയുണ്ട്. ആൻഡ് ഇനിയും ഉയരങ്ങളിലേക്ക് തന്നെ പോകട്ടെ, ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ പിങ്ക് ഡയറീസിൽ നിന്നും ഞാൻ ആര്യ ആൻഡ് ടാറ്റ ബൈ ബൈ പറയുകയാണ്. താങ്ക് യു.